കണ്ടാ പോണ വഴിക്കാ ശ്രദ്ധിച്ചു പോണം. മനുഷ്യൻ്റെ അടുത്ത് കളിക്കാം, പക്ഷെ ഈ മൃഗങ്ങളുടെ കളിക്കണേ എൻ്റെ നേക്കറിയണം. എല്ലാ ചെന്ന് കളിച്ച പണി കിട്ടും. ഹലോ ഗൈസ്, ഞാൻ കാർത്തി വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ്. ഇന്ന് നമ്മൾ കൂടെ ഉള്ളതാണ്ട. ഇന്നൊരു ഓട്ടോയിലാണ് പോകുന്നത്. ഇന്ന് ഓട്ടോ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ബൈക്കുണ്ട്, ബൈക്ക് എടുത്തിട്ട് കുറച്ച് ദിവസമായി. ബൈക്ക് വേണ്ട കരിയാണ്, വാശിയാണ്, മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ പോകാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മൈക്കില്ല, ഈ ഫോണിൻ്റെ മൈക്കിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാറ്റ് അടച്ചേക്കണേ, ഗ്യാറ്റ് നല്ല വെയിലാണ്. ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ സമയം 1:05. അവിടെ നിന്ന് ചേച്ചി കൈ കാണിക്കണം ഓട്ടോയിൽ. സാധാരണ ഓടാൻ പോകണമെന്ന് പോയില്ല. ഇപ്പൊ രാവിലെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് കൂടെ ആരുമില്ല, പയ്യന്മാരെല്ലാരും ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറയണ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല, ഈ ഓട്ടോയുടെ നോയ്സ് കൊണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണും. ഗായ്സ്, അപ്പൊ പാലോട് എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ വളം എത്തിയിട്ടുണ്ട്. കൂട്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ കടമയെന്ന് പറഞ്ഞാൽ ഡീസൽ അടിക്കണം. ഡീസൽ ഇന്നലെ വെട്ടുകാട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 100 രൂപയ്ക്ക് അടിച്ചതാണ്. അപ്പൊ പോണ വഴിക്ക് പമ്പിൽ കയറി ഡീസലും കൂടെ അടിച്ചിട്ടാണ് പോവാൻ. നമ്മളിപ്പോ പാപ്പനംകോട് പമ്പ് എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഡീസൽ അടിച്ചിട്ടുണ്ട്. 100 രൂപയ്ക്കാണ് അടിച്ചത്. അതിൻ്റെ ആവശ്യമുള്ളൂ, 100 ഡീസലിൻ്റെ ആവശ്യമുള്ളൂ. ഈ 100 രൂപയ്ക്ക് അടിച്ച 2 ആഴ്ച ഒന്ന് സുഖമായിട്ടാണ്. പമ്പിൽ ഇങ്ങനെ ചേച്ചി തിരിയണം, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓട്ടോ എടുത്തോണ്ട് വന്നെന്ന് വെച്ചാൽ ഒന്നതിപ്പോ വെയിലാണ്, വെയില് കൊള്ളണ്ട. പിന്നെ മഴയായാലും വെയിലായാലും ഓട്ടോക്കകത്തിരുന്ന് പോവാം. പിന്നെ എനിക്ക് ഓട്ടോ ഇരുന്ന് സഞ്ചരിക്കണ ഏറ്റവും കൂടുതൽ. ബൈക്കിനെക്കാട്ടി ഇഷ്ടം ഓട്ടോയിൽ പോകാനാണ്. ഇന്നലെ അപ്പൊ കുറച്ച് ലോങ്ങൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10, 12, 13 കിലോമീറ്ററിനകത്തുണ്ട്. ഇപ്പൊ പെരിഞ്ഞ മുന്നിൽ ഇപ്പൊ സമയം കറക്റ്റ് 1:14 കാണാം. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പാണ് ഗൈസ്. 1-2 ദിവസം ഒരു നല്ല തണുപ്പായിരുന്നു. എന്തോ ഒരു
അങ്ങോട്ട് കയറാതിരിക്കാൻ കുഴിയൊക്കെ എടുത്ത് വാട്ടർ പൈപ്പ് ലൈൻ്റെ എന്തായാലും വർക്കായിരിക്കും. എന്നാലും നമ്മളെ സ്പോട്ട് റീച്ച് ആവാറായിട്ടുണ്ട്, ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ആ സ്ഥലത്തിന്റെ വിശേഷത്തെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഫുള്ള് വളമാണ്, ഹെയർപിന്റെ വളമാണ്. അപ്പൊ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ആൾക്കാർ ഏകദേശമൊക്കെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഓടിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം. അതുകൊണ്ട് ഈ വളവിലൊക്കെ നമ്മളെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചങ്ങ് അകത്തോട്ട് പോകണം. ആട്ട പോകുന്ന തരത്തിൽ മുമ്പ് ബൈക്കിലാണ് വന്നത്. ഇതാണ് വളവ്, വളവാണ്. ഇവിടെ ഫുള്ള് ഫോറസ്റ്റാണ്, ഫുള്ള് വനപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഇതാണ്, ഈ വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ കുറച്ച് ദൂരം ഓട്ടോ പോവും, ബാക്കി കുറച്ച് നമുക്ക് നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വേലായുധനിലാണ് നമ്മൾ വന്നത്. അതുലിൻ്റെ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടിയിൽ. കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഇതാണ്. ഈ വളവാണ്, ഡേഞ്ചർ വളവാണ്, ഹെയർപിന്നാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നോക്കി വന്നില്ലെങ്കിൽ നല്ല അപകടം നടക്കാൻ സാധ്യതയുള്ള വഴിയാണ്. ഗൈസ്, ഇവിടെ ഫുള്ള് അന്തരീക്ഷം ഫുള്ള് ഇരുണ്ടടഞ്ഞ് കിടക്കും. ഇവിടെ വരുന്നതിന് നല്ല വെയിലായിരുന്നു, ഇപ്പം അങ്ങോട്ട് അന്തരീക്ഷം ഇരുണ്ടടഞ്ഞ് ഒരു വല്ലാത്ത അന്തരീക്ഷമായി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ആട്ടോ ഏതുവരെ പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ പോകണ സ്ഥലത്തിട്ടിട്ട് നമുക്ക് നടക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി ലൊക്കേഷൻ ഏതാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളാ ഈ ബ്രൈമൂർ പോണ വഴിക്ക് സാമി വളവ് എന്ന് പറഞ്ഞ വളവുണ്ട്. ഈ സാമി വളവിൻ്റെ അവിടെ നിന്ന്, അതായത് ഈ ഞാൻ കാണിച്ചു തന്ന വഴി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഒരു ഹിഡൻ സ്പോട്ടാണ്, അധികം ആരും വരാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മളെ വണ്ടി ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടി കുഴപ്പമൊന്നുമില്ല, എന്താണ് നല്ല അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന വഴി നല്ല മോശമായിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട്, റിസ്ക് എടുക്കുന്നില്ല, കുത്തിറക്കുമാണ്. തിരിച്ച് കയറിയില്ലെങ്കിൽ പണി കിട്ടും. വേറെ വണ്ടി വിളിക്കണം, കെട്ടി വലിക്കണം. അല്ല അവിടെ പോയ കാട്ട് മൊത്തം ഒന്നും കാണാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ട്, ഇവിടെ നിന്ന് താഴോട്ടിറങ്ങണ കുറച്ച് ചെളി ഒക്കെ പറ്റിയ വഴിയാണ്. ആ വഴി തിരിച്ച് കയറിയിരുന്നുണ്ടെങ്കിൽ കയറി വരും. ടാറിട്ട റോഡാ, കോൺക്രീറ്റ് റോഡാണെങ്കിൽ കയറി വരും. ചേട്ടാ വണ്ടി ആവട്ടെ, കുഴപ്പമുണ്ടോ? ആട്ടോ ആവട്ടെ, കുഴപ്പമുണ്ടോ? അപ്പോൾ ഇത് തിരിച്ച് കയറി വരും. ഞാൻ വഴി കാണിച്ചത്. അപ്പോൾ ഇതാണ് വഴി, ഫുള്ള് മണ്ണും ചെളിയും മാത്രമാണ്. തിരിച്ച് കയറുമ്പോൾ ചിലപ്പോൾ കറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരമല്ലേ, നടന്നു പോവാം. ഒരു 1/2 കിലോമീറ്റർ ഇവിടെ നടക്കാനുണ്ട്. കയറി വരുമെന്ന് തോന്നുന്നു. ഇതേപോലെ കയറ്റോടെ ഞാൻ അപ്പുറത്തുനിന്ന് കയറി വന്നത്. എന്തായാലും റിസ്ക് എടുക്കാൻ വയ്യ. ഒരു ചേട്ടൻ ബൈക്കിൽ ഇറങ്ങി പോവുകയാണ്. അല്ലെങ്കിൽ ബ്രേക്ക് കൂട്ടിയാണ് ഇറങ്ങി വന്നത്. പിന്നെ കുറച്ച് നേരം നടക്കാനുണ്ട്. നേരെ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഉണ്ടോ പോണ വഴിക്ക് ശ്രദ്ധിച്ച് പോണം. ചേട്ടാ ഇവിടെ താമസിക്കാനാണ്. അപ്പോൾ ആനയുണ്ടെന്നാണ് പറയണത്. എന്തായാലും പോയി നോക്കാം. ഒറ്റയ്ക്കേ ഉള്ളൂ, അതിൻ്റെ ഒരു പേടിയേ ഉള്ളൂ. എന്തായാലും ഇവിടെ എന്തായാലും പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഒരു പേടിയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചേട്ടൻ ആന കാണും, ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞത് കൊണ്ടൊരു പേടി. എന്തായാലും അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഈ സാധനം, ആനയെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് ഈ കാട്ടിൽ നടക്കുമ്പോൾ നമുക്ക് മനുഷ്യന് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. നാട്ടിൽ ആനയെ കണക്ക് ചവിട്ടി തെടിച്ചോണ്ടല്ല കാട്ടാന നടക്കുന്നത്. കാട്ടാന വളരെ സൈലന്റ് ആയിട്ടാണ് നടക്കുന്നത്. കരികിലെ പോലും അനങ്ങാതെ നടക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് നടന്ന് ചെല്ലുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ആനയെ കാണുന്നത്. പെട്ടെന്ന് പാനിക്കാക്കി പോവും, പിന്നെ ഓടുക, അത്രയേ ഉള്ളൂ.
വേറെ ഒന്നും വരില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഇവിടെ ചുറ്റും ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, ജനവാസമുള്ള സ്ഥലമാണ്. ഒരു ആൻറ്റി അവിടെ നോക്കിയാണ്. ആയിസ് അവിടെ നിന്ന് ചേച്ചി കുറച്ചും കൂടെ പറഞ്ഞ് പേടിപ്പിച്ച് ഉച്ച സമയത്ത് വെള്ളം കുടിക്കാൻ വന്ന സമയം എന്നാണ് പറഞ്ഞത്. കേട്ടപ്പോ ഒരു പേടി. ഇന്നത്തെ ദിവസം ആരും അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പൊ ഒരു പേടി. ഒറ്റയ്ക്കുള്ളണ്ടേ. ഫുള്ള് സൈലന്റ് ആണെങ്കിൽ വഴി തെറ്റിയോന്ന് അറിയത്തില്ല. ഇലകളൊക്കെ ചവിട്ടി തൊടിച്ചിട്ടേക്കുന്നു. അതൊക്കെ ഇറങ്ങി വരെ കയറി പോണ വഴിയാണ്. ഒരബദ്ധത്തിൽ അവിടെ ചെന്ന് കയറിയപ്പോ ഓരോ സാധനം കണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, പാനിക്കായി പോയി. ഇങ്ങോട്ടൊന്ന് വേറൊരു ചേട്ടൻ ബൈക്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം. എനിക്ക് എന്തോ പന്തിയായിട്ട് തോന്നി. പുള്ളിക്കാരൻ സ്റ്റില്ലായിരുന്നു ചെയ്യണം. ഞാൻ ചേട്ടാ ഇതേപോലെ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞ് പോയില്ലൂട്ട അവിടെ ആന നിപ്പുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും വെച്ചപ്പോ എന്തെല്ലാം വേണം, ആനപ്പിണ്ടത്തിന്റെ വേണം. ബൈക്കിലാണെങ്കിൽ കുഴപ്പമില്ല, പൈസ ഓടിച്ചങ്ങ് പോയാൽ മതി. ഈ നടന്നു പോകുമ്പോൾ ബൈക്കാണെങ്കിൽ ബൈക്കിന്റെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ സാധനം അടുത്തെവിടെയെങ്കിലും இருந்தாലാണ്. ഇവിടെയൊക്കെ ആള് താമസം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യയില്ലാണ്ട്. ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ സാധനം അടുത്ത് നിൽക്കണമെങ്കിലും മാറിപ്പോവും. കൂട്ടത്തോടെ മിക്കവാറും ഉച്ചയ്ക്കല്ലേ 1:50 വെള്ളം കുടിക്കാനുള്ള സമയമല്ലായിരിക്കും. നടന്നു പോകുമ്പം നമ്മൾ സൈലന്റ് ആയിരിക്കും, അതും സൈലന്റ് ആയിരിക്കും. പെട്ടെന്ന് രണ്ടുപേരോടെ കാണാൻ തരത്തുള്ള ഒരു, ഞാൻ ഇതൊരു ആനയെ അടുത്ത് കണ്ടിട്ടില്ല, കാട്ടാനേനെ അടുത്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടൊരു പേടി. എടുക്കാൻ പോയി. ഇപ്പൊ എല്ലാരും കളിയാക്കും പേടിച്ച് തിരിഞ്ഞു വേണം. സുമതി അവളെ രാത്രി 1 മണിക്ക് ഞാൻ പോയി വന്നിട്ടുണ്ട്, ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. വന്യമൃഗം അവിടെ കളിച്ചാലേ പണി പാടും. ഇതിപ്പോ ഫോറസ്റ്റ് പ്രശ്നമുള്ള ഏരിയ ഒന്നും അല്ല, ഇവിടെ ആള് താമസിക്കുന്ന സ്ഥലമാണ്. എന്റെ നല്ല ഉയരങ്ങ് പോയി.
എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, കണ്ടിട്ട് അഭിപ്രായം പറയും. മനുഷ്യൻ്റെ അടുത്ത് കളിക്കാം, പക്ഷേ ഈ മൃഗങ്ങളടുത്ത് കളിക്കണേ എൻ്റെ നേക്കറിയണം. അല്ലാ ചെന്ന് കളിച്ചാൽ പണി കിട്ടും. ചുമ്മാ റിസ്ക് എടുക്കണ്ട. ചവിട്ടി കൂട്ടി അവിടെ അങ്ങനെ ഇട്ടാ എടുത്തോണ്ട് പോകാൻ പോലും ആരുമില്ല. ബൈക്ക് എടുത്തോണ്ട് ഒരാളായിരുന്നു. വാട്ടർഫാൾ എടുക്കാൻ ചെന്ന് ആനേരെ വായിച്ചെന്ന് കാര്യം കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഓടിത്തള്ളി. എന്റെ അമ്മച്ചി, വേറൊന്നുമില്ല, അത് ഫാമിലി ആയിട്ട് നിൽക്കുകയാണ്. രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ട്, തൊട്ടടുത്ത് കണ്ട്. സംസാരിച്ചെന്ന് കാര്യം കൊടുത്ത് ഒരനകമില്ലായിരുന്നു. അതെന്നെ കണ്ട് തിരിച്ചോടിയെന്ന് തോന്നുന്നു. ഞാനും അതും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് തിരിച്ചോടി. പക്ഷെ മനുഷ്യന്റെ കാര്യമില്ല, ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഇതിനെ കണ്ട ഓടാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ അറിയാം, പരിചയമുള്ള ആരും കൂടെ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് എന്തായാലും തിരിച്ച് വേറെ സ്പോട്ട് പിടിക്കാം. ഇവിടെ വേറെ അടുത്ത് വേറെ സൈറ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്. അപ്പൊ ഒറ്റയ്ക്കൊക്കെ ചെന്ന് കയറിയ പ്രശ്നമാണല്ലേ? അവിടെ മൊത്തം ശല്യം തന്നെയല്ലേ? അവിടെ ഇവിടെയാ? വേണം വേണം. ആ വേണ്ട, കുഴപ്പമില്ല. അയ്യോ ഓട്ടം വന്നത് കുഴപ്പമില്ല. വേണ്ട വേണ്ട, അമ്മ പോയിട്ടോ, കുഴപ്പമില്ല. വേണ്ടത് അയ്യോ വേണ്ടമ്മ. ഞാൻ ഓട്ടം വന്നതല്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. വീഡിയോ അങ്ങോട്ട് പോയില്ല, ആനയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നു. പോയിട്ട് വരാം, ബൈക്ക് എടുത്തോണ്ട് വരാം. ആട്ടയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതൊക്കെ ഇറങ്ങി ഭയങ്കര പ്രശ്നമാണല്ലേ? ശരി പോട്ടാ. തിരിച്ചു വന്നപ്പോ ഒരു അമ്മച്ചി കൈ കാണിച്ച് ആട്ടയൊക്കെ കാണിയതാണ്. അമ്മച്ചി കറണ്ട് ബില്ല് അടയ്ക്കാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വരണം. അങ്ങനെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് എനിക്ക് പൈസ തന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഭയങ്കര നിർബന്ധം ഞാൻ മേടിക്കണമെന്ന്. പിന്നെ കിടന്ന് പിടിവലി കൂടാൻ വയ്യ, അതുകൊണ്ട് മേടിച്ച്. ഗൈസ്, അമ്മച്ചി ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഗൈസ് അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഇടയ്ക്ക് വെച്ച് ആനയ്ക്ക് പോകാനുള്ള വഴി സർക്കാർ എന്തോ അടച്ചു. അതിനുശേഷം ആനയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. എല്ലാ വീടുകളിലും കയറി ഭയങ്കര പ്രശ്നമാണ്. കൂട്ടത്തോടെ വന്നാൽ കുഴപ്പമില്ല, ഒറ്റ തിരിഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്, പണി കിട്ടും. അവിടെ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല, അതാണ് തിരിച്ചു. എന്തായാലും ഈ വീഡിയോ കണ്ടിന്യൂസ് വീഡിയോ ഞാൻ ഇടും. ചില പാട്ടുകാരായിരിക്കും പറഞ്ഞത്, എന്തായാലും അങ്ങോട്ട് പോയി ചിലപ്പോൾ പാട്ടുകാരായിരിക്കും പറഞ്ഞത്. എന്തായാലും ഈ ഉദ്യമം ഞാൻ ഉപേക്ഷിക്കില്ല, ആ വീഡിയോ ഫുള്ള് കവർ ചെയ്തിട്ടേ പിന്മാറുള്ളൂ. എന്തായാലും ഈ വീഡിയോ പാട്ട് വരുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ.